ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ക്യാൻസറുകളിൽ ഒന്നാണ് ശ്വാസകോശത്തിൻ്റെ ക്യാൻസർ, ലങ് ക്യാൻസർ. സ്മോക്കിങ്ങും എയർ പൊല്യൂഷനും ഒക്കെ അതിന് കാരണമാണ്, അല്ലാതെയും വരാം. പക്ഷേ നമ്മൾ സർജറി ചെയ്യുന്ന കണക്കെടുക്കുകയാണെങ്കിൽ ശ്വാസകോശത്തിൻ്റെ ക്യാൻസർ താരതമ്യേന കുറവാണ്. ബ്രസ്റ്റ് ക്യാൻസർ, എൻഡോമെട്രിയൽ ക്യാൻസർ, കൊളറക്ടൽ ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ ഇതൊക്കെ കഴിഞ്ഞിട്ടേ ശ്വാസകോശത്തിൻ്റെ എണ്ണം കൊണ്ട് നമ്മളെടുത്ത് വരുന്നുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ശ്വാസകോശ ക്യാൻസർ സർജറി ചെയ്യാൻ പറ്റാത്ത വിധം സ്പ്രെഡ് ആയതിനു ശേഷമാണ് നമ്മൾ എടുത്തെത്തുന്നത്. കാരണം ലേറ്റായിട്ടാണ് പൊതുവേ അത് പ്രസൻറ്റ് ചെയ്യുന്നത്. ശ്വാസകോശത്തിൻ്റെ തുടക്കത്തിലുള്ള സ്റ്റേജിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് സ്പ്രെഡ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് സർജറി ചെയ്ത് മാറ്റാവുന്നതാണ്. പലപ്പോഴും സർജറിയുടെ കൂടെ അതിന് മുമ്പോ ശേഷമോ ചിലപ്പോൾ കീമോതെറാപ്പിയോ റേഡിയേഷൻ തെറാപ്പിയോ വേണ്ടി വന്നേക്കാം. സാധാരണ ശ്വാസകോശത്തിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ശ്വാസകോശ ക്യാൻസറിൻ്റെ ഓപ്പറേഷൻ തൊറക്കോട്ടമി, അതായത് നെഞ്ച് തുറന്നിട്ടായിരുന്നു മുമ്പ് ഓപ്പറേഷൻ ചെയ്തിരുന്നത്. ഇപ്പോൾ അത് മാറിയിട്ട് ചെറിയ ഇൻസിഷൻ വഴി, ചെറിയ മുറി വഴി വാറ്റ്സ്, വീഡിയോ അസിസ്റ്റഡ് തൊറക്കോസ്കോപ്പിക് സർജറി അല്ലെങ്കിൽ തൊറാക്കോസ്കോപ്പിക് സർജറി വഴി ചെയ്യുന്നുണ്ട്. റോബോട്ടിൻ്റെ സഹായത്തോടെ റോബോട്ടിക് അസിസ്റ്റഡ് തൊറക്കോസ്കോപ്പിക് സർജറി. അങ്ങനെയാകുമ്പോൾ ചെറിയ മുറിവാണ്. ശ്വാസകോശത്തിൻ്റെ സർജറിയുടെ ഏറ്റവും മെയിൻ പ്രോബ്ലം വലിയ മുറിവാകുമ്പോൾ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനാണ്. മറ്റു ഓർഗൻ പോലെ നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. എപ്പോഴും മൂവ് ചെയ്യുമ്പോൾ ആ മുറിവിൽ എപ്പോഴും പെയിൻ ഉണ്ടാവും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലം. സാധാരണ പോലെ ശ്വാസം എടുക്കാത്തതും ചുമയ്ക്കാത്തതും കൊണ്ട് ന്യൂമോണിയ വരാൻ വലിയ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാറ്റ്സ് അല്ലെങ്കിൽ റാറ്റ്സ് വളരെ ഫലപ്രദമായൊരു ചികിത്സാ രീതിയാണ്. ഞാൻ RCCയിൽ നിന്നും അത് കഴിഞ്ഞ് ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽസിൽ നിന്നും തൊറാസിക് സർജറിയിൽ ട്രെയിനിങ്ങിന് ശേഷം വീണ്ടും ചൈനയിൽ ഷാങ്ഹായ് പൾമണറി ഹോസ്പിറ്റലിൽ ഡിയേഗോ ഗോൺസാൽസസ് അദ്ദേഹത്തിൻ്റെ കീഴിൽ, അദ്ദേഹം വലിയ സ്പാനിഷ് സർജനാണ്, അദ്ദേഹത്തിൻ്റെ കീഴിൽ വീണ്ടും ട്രെയിനിങ് എടുത്തതിന് ശേഷമാണ് വാറ്റ്സ് സർജറി കൂടുതലായി ചെയ്യാൻ തുടങ്ങിയത്. ആ സർജറി ചെയ്യുന്നത് ഇനീഷ്യലി അതിൻ്റെ വലിയ ബുദ്ധിമുട്ടുള്ള സർജറി ആണെങ്കിൽ പോലും ആ സർജറി വഴി പേഷ്യൻറ്റിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതായത് ചെറിയ മുറിവാണ്, ചെറിയ പെയിനാണ്, പെട്ടെന്ന് തന്നെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റും.